നമസ്കാരം. സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ വ്യത്യസ്തനായ അതിഥികളെ തേടിയുള്ള ഇന്നത്തെ ആദ്യത്തെ യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ കരകുളത്തിനടുത്ത് എണിക്കരയ്ക്കടുത്ത് കായ്പാടി എന്ന സ്ഥലത്ത്. നമുക്കറിയാം മുല്ലശ്ശേരി കായ്പാടി. അവിടെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തിനുണ്ട്. അദ്ദേഹം ഡെക്കറേഷൻ്റെ പണി ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹം അങ്ങനെ ടി വി കണ്ടുകൊണ്ടിരുന്നപ്പോൾ എന്തോ ഒരു സാധനം, ചെറിയൊരു സാധനം, നീളമുള്ള സാധനം ഇഴഞ്ഞ് അദ്ദേഹത്തിൻ്റെ റൂമിനകത്തേക്ക് കയറിയെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അദ്ദേഹം എന്താ പറയുക, അദ്ദേഹം ആ സമയം തൊട്ടവിടെ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിനൊരു എന്താ പറയുക, പേടിച്ചിട്ട് എന്ന് വെച്ചാൽ പെട്ടെന്ന് കസേരയിൽ കാല് വെച്ചിരുന്നപ്പോൾ അടിയിൽ കൂടെ പോയത്, പേടിച്ചിട്ട് ഒരു പാനിക്കായിരിക്കണം. അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല, നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം ഇത് എവിടെയാണ് കണ്ടത്. എന്നിട്ട് നമുക്ക് നോക്കാം നമ്മുടെ അതിഥി ആരാണ്, ചേരയാണോ നീർക്കോലിയാണോ എന്നൊന്നും പറഞ്ഞൂടാ. പോകാം നമുക്ക് നമ്മുടെ അതിഥിയെ കണ്ട സ്ഥലത്തേക്ക്. ഇത് എവിടെയാണ് കണ്ടത്? ഇതിനകത്തോ? ഈ വെട്ടം വെച്ചുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ഇതിനകത്താണോ? വെട്ടം ആ സമയം തൊട്ട് വെട്ടം വെച്ചാണ്. ഇവിടെ നിങ്ങൾ പോയിട്ടില്ല, ഇങ്ങോട്ടും ഇറങ്ങിയിട്ടില്ല. മേപ്പോട്ട് മച്ചുണ്ട് അല്ലേ? മേപ്പോട്ട് പോകാനും സാധ്യതയില്ല. എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല. നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് അദ്ദേഹം പാനിക്കാരി അദ്ദേഹം വന്നപ്പോഴേ പറഞ്ഞു, ചേട്ടാ എന്നെ എടുക്കല്ലേ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ എന്താ പറയുക, മുഖത്തിൻ്റെ ഒരു അവസ്ഥ അറിയാമല്ലോ. അദ്ദേഹം ഒരു പാനിക്കാരി. അത് ടി വി കണ്ട് കാലൊക്കെ വെളിച്ച് ടി വി കൊണ്ടിരുന്നപ്പോൾ അടിയിൽ കൂടെ സാധനം പോകുന്നു. ഇപ്പോൾ ഞാനാണെങ്കിൽ പോലും പാമ്പിനെ പിടിക്കുന്ന ആളാണ്. ഞാൻ പെട്ടെന്ന് പാട്ടൊക്കെ പാടി പോകുന്നത് എൻ്റെ മുന്നിൽ പെട്ടെന്നൊരു പാമ്പിനെ എൻ്റെ കാലിൻ്റെ അടുത്ത് അങ്ങനെ കണ്ടാൽ ഞാൻ പെട്ടെന്ന് പഠിച്ചു. അങ്ങനെ ഉണ്ടായ സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. ഞാൻ പാട്ടൊക്കെ പാടി പോകുമ്പോൾ എവിടെയോ നടന്നു പോയപ്പോൾ രാത്രി എൻ്റെ കാലിൻ്റെ മുന്നിൽ കൂടെ പോകുന്നു. ഞാൻ പെട്ടെന്നൊന്ന് എന്താ പറയുക, ഒരു നിമിഷം അങ്ങ് നിന്നു. അപ്പോൾ എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല. ഇതിനകത്ത് അധികം സാധനമൊന്നുമില്ല. പുള്ളിക്കാരൻ ഈ സൈഡിൽ കൂടെ ഇങ്ങനെ കയറിയെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നുന്നത് ചെറിയ നീളമുള്ള നീളമുള്ള സാധനം എന്നാണ് പറഞ്ഞത്. ഇവിടെ പിന്നെ ചേരയുടെ സാന്നിധ്യമുണ്ട്, പിന്നെ കാട്ടുപാമ്പിൻ്റെ സാന്നിധ്യമുണ്ട്. എന്നാൽ ഈ മുല്ലശ്ശേരി കഴിഞ്ഞ ആഴ്ച ഞാൻ തൊട്ട് കുറച്ച് അപ്പുറത്തൊരു വീട്ടിനകത്തുനിന്ന് ഒരു വലിയ മൂർക്കൻ പാമ്പുണ്ട്. ഇവിടുന്ന് ഒരുപാട് അതികളെ കിട്ടിയ സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ഈ കട്ടൻ്റെ സാധനങ്ങളൊക്കെ വയ്ക്കുന്നത് കണ്ട് പല്ലി ഉണ്ടാവും. അപ്പോൾ പല്ലിയെ പിടിക്കാൻ വന്ന എന്തെങ്കിലും ഐറ്റം ആവും. ചിലപ്പോൾ മറ്റ് ഐറ്റം ഉണ്ട്. ഇവിടെ എപ്പോഴും കൈകാര്യം ചെയ്യുന്ന സ്ഥലം. അപ്പോൾ എലി ഉണ്ടാവാൻ സാധ്യത. ഫ്രിഡ്ജുണ്ട്, ഫ്രിഡ്ജിനൊക്കെ എപ്പോഴും തുറക്കാൻ അടയ്ക്കുന്ന സ്ഥലമാണ്. നമ്മളിത് കുറേ വെച്ച പുള്ളിക്കാരൻ്റെ കുടുംബക്കളെ വെളിയിലോട്ടിട്ടോ. കെട്ടൊക്കെ എടുക്കുന്നു, പക്ഷെ ഒന്നിനെ ഇതുവരെ കണ്ടില്ല. പിന്നെ ഈ മടക്കിനകത്തൊക്കെ ഇരിക്കാം. ഈ മടക്കിനകത്ത് നമ്മൾ ചെറിയ സാധനം എന്നാണ് പുള്ളി പറയുന്നത്. ചെറിയ സാധനം പുള്ളിക്കാരൻ പറയുന്നത്. അപ്പം ഈ മടക്കിനകത്തൊക്കെ ഇരുന്ന് ഉണ്ടാകരുന്നതൊക്കെ. ഒരു പാവപ്പെട്ട മേശിരിപ്പണിക്കാരൻ അദ്ദേഹത്തിൻ്റെ പണിയുടെ ഇടയിൽ കൂടെ തുടങ്ങിയാണ് കൊച്ചു സംരംഭം. നന്നായിരിക്കട്ടെ. അടിപൊളി. കൊമ്പേറി വില്ലൂന്നി വേണ്ട, വില്ലൂന്നി കൊമ്പേറി. ഇത് പിന്നെ നമുക്കിത് അത്ഭുതമല്ലോ. ഇതൊക്കെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ മരങ്ങൾ ഇഷ്ടംപോലെ സ്ഥലമാണ്. ഇവിടെയൊക്കെ ധാരാളം മരങ്ങളുണ്ട്, പല്ലികളുണ്ട്. ഓട്ടിൻ്റെ ഇടയിൽ ഇരിക്കുന്ന ഒരു സാധനമാണ്. വീട്ടിൻ്റെ മണ്ടയിലും മച്ചിൻ്റെ ഒക്കെ മുകളിൽ ഓട്ടിനകത്ത് അറിയാം. എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു നമ്മൾ കൗമുദി വരുന്നതിന് മുന്നേ ഒരു 12 വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ ഈ വെള്ളല്ലൂർ എന്ന സ്ഥലത്ത് ഒരു ഓട്ടിൻ്റെ മണ്ടയിൽ നിന്ന് 6 or 7 എണ്ണം ഒരുമിച്ച് പിടിപിടി എൻ്റെ മുഖത്തൊക്കെ കടുപ്പിച്ച് ഞാൻ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കൊമ്പേറി വില്ലൂന്നി. ഇത് വെനമസ് അല്ല, കൺകുത്തി എന്നറിയപ്പെടും. ട്രീ സ്നേക്ക്, മരപ്പാമ്പ് എന്നൊക്കെ വിളിക്കുന്നു. ഒരുപാട് പേരുകളിൽ അറിയപ്പെടുന്ന ഒരാളാണിത്. പക്ഷേ നന്നായിട്ട് കടിച്ചു എന്ന് പറഞ്ഞ് വേറെ അപകടങ്ങളൊന്നുമില്ല. നമുക്ക് നോൺ വെനമസായ വില്ലൂന്നിയാണ്, കൊമ്പേറിയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും കൊമ്പേറി അഥവാ വില്ലൂന്നി. അപ്പോൾ നമുക്ക് എന്തായാലും ബോട്ടിലാക്കാം. കടിക്കുന്നുണ്ടോ? ഇത് കടിച്ചാൽ നമുക്ക് എവിടെ കടിച്ചാലും ഒരു പ്രശ്നം അറിയില്ല. നമ്മൾ കുറേ പ്രാവശ്യം നമ്മൾ പ്രോഗ്രാം ചെയ്യും. മക്കളെ ബോട്ടിലിങ് തരാമോ? ഓക്കെ, സന്തോഷം. നമുക്ക് നോക്കേണ്ടതുണ്ട്. പക്ഷേ കൊമ്പേറി ആയതുകൊണ്ട് നമ്മൾ ഇത് ഒന്ന് തന്നെ ആയിരിക്കാം, അത് ഇനി കൂടുതലുണ്ടോയെന്ന് അറിയില്ല. ഇപ്പോൾ സാറിന് 5 or 6 കിട്ടുന്നുണ്ട്. ഇന്നലെ ഒരു വീട്ടിൽ 13 ഒരു വീട്ടിൽ ഈ കൂരയുടെ ഷീറ്റ് മറ്റേ ഓട് മേഞ്ഞിട്ടുണ്ടെന്ന് പറയും. നമ്മുടെ ഈ കൂര ചെയ്തിട്ട് അതിനകത്ത് 13 കണ്ടു. 2 തച്ച് തല്ലിക്കൊന്നു എന്ന് പറഞ്ഞു. നമ്മൾ ഏകദേശം 3/4 സാധനം മാറ്റി. ഒരാളെ കണ്ടിട്ടുള്ളൂ. പിന്നെ പുള്ളി പറഞ്ഞതുകൊണ്ട് ഒരു സംശയം കൊണ്ട് നമ്മൾ നോക്കുന്നതാണ്. അപ്പോൾ നമ്മളോ അനുഭവത്തിൽ നമുക്ക് ഒരുപാട് കൊമ്പേറി വില്ലൂന്നി അതിലൊക്കെ കിട്ടിയ സംഭവങ്ങളുണ്ടായി. നമ്മുടെ മടക്കിനകത്തെ മരം ഇവിടെയൊക്കെ ഇഷ്ടം പോലെ റോഡിലൊക്കെ മരം നിൽക്കുന്ന സ്ഥലങ്ങളിലെ ഇത് ഇഷ്ടം പോലെ ഉള്ളതാണ്.
കാരണം ചെറിയൊരു മൂർക്കൻ്റെ കുഞ്ഞ് ഇതായിരിക്കും. ഇത് കൊമ്പേറി വന്ന് പെട്ടതായിരിക്കാം. മൂർക്കൻ്റെ കുഞ്ഞ് അതിനകത്ത് ഇരിപ്പുണ്ട്, നമുക്ക് കാണാം. ഞാൻ നോക്കട്ടെ. നമുക്ക് ഈ ഷീറ്റും കൂടെ നമ്മൾ നന്നായിട്ട് നോക്കിയിട്ട് മൂർക്കൻ്റെ കുഞ്ഞ്, മൂർക്കൻ്റെ കുഞ്ഞു പോലത്തെ ഒരു സാധനം അതിനകത്ത് ഇരിപ്പുണ്ട്. അവിടെ വന്നോ, മൂലയ്ക്കിതോ കുഞ്ഞു മൂർക്കൻ. പുള്ളിക്കാരൻ കണ്ടപ്പോഴേ പുള്ളിക്കാരൻ സംശയം പറയുന്നുണ്ട്. പുള്ളിക്കാരൻ 1 വർഷം മുന്നേ ഒരു മൂർക്കനെ എടുത്ത് കളഞ്ഞിട്ടുണ്ടെന്ന് പുള്ളി പറയുന്നുണ്ടായിരുന്നു. കാരണം എനിക്ക് സംശയം വീണ്ടും വരാൻ കാരണം ഇതാണ്ടോ, ഗണപതി ഭഗവാന്റെ പുറകിൽ തന്നെ ആശാനുണ്ടായിരുന്നു. ഇതാണ്ടോ പെട്ടിയടി കയറി. ഇനി നമുക്ക് എന്തായാലും അത് പുള്ളി കണ്ടതാണ്, പക്ഷേ എന്നാലും നമുക്ക് ഇതും കൂടി ഒന്ന് മറിച്ച് നോക്കേണ്ടതുണ്ട്. അടവാണോ? ഉറപ്പല്ലേ? ഫുള്ള് സീലല്ലേ? ബഹളൊന്നുമില്ലല്ലോ? ഓക്കെ. അപ്പോൾ നമുക്കിവിടെ ഇതാ ഈ ബോക്സിൻ്റെ അടിയിൽ അതേ കയറിയിട്ടുണ്ട്. പിന്നെ അതൊന്നും കയറി ഇരിക്കത്തില്ല, അടച്ചിട്ടുണ്ട്. കണ്ടോ, ഇതൊക്കെ സീൽഡാണ്, ഇതിനകത്ത് സാധ്യമല്ല. നമുക്കിതിനെ ഇതാണ്ടോ കുഞ്ഞു മുറുക്ക്. പുള്ളിക്കാരന് സംശയം ഉണ്ടായിരുന്നു കുഞ്ഞു മുറുക്കനാണെന്ന് പുള്ളി പറയുമ്പോൾ തോന്നി. പുള്ളി എനിക്കെല്ലാം സംശയങ്ങളാണ്. അടിപൊളി എന്താ. അപ്പോൾ എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല. നല്ല ചൂടുണ്ട് റൂമിനകത്ത്. ഇതാ നമ്മുടെ ആദ്യത്തെ കൊമ്പേറി. രണ്ടാമത്തെ മൂർക്കൻ. പുള്ളി കണ്ടാണ്, പുള്ളി ആണ് പാനിക്കാൻ നിൽക്കുന്നത്. പുള്ളി പേടിച്ച്, പുള്ളിക്ക് സംശയം ഉണ്ടായിരുന്ന മൂർക്കനാണ്. പക്ഷെ നമ്മൾ പറഞ്ഞില്ല പുള്ളി, കാരണം വെച്ചാൽ പുള്ളി ആ നിൽക്കുന്ന അവസ്ഥ കണ്ടപ്പോൾ എനിക്ക് തോന്നി എന്തോ നല്ല ഐറ്റംസ് ആയിരിക്കും എന്നുള്ളത്. എന്തായാലും കുഞ്ഞു മൂർക്കൻ. നമുക്ക് ആദ്യം കിട്ടിയത് കൊമ്പേറിയാണ്, പക്ഷേ രണ്ടാമത് കിട്ടിയത് കുഞ്ഞു മൂർക്കൻ. ഏകദേശം ഒരു 2 മാസത്തിന് മേളിൽ പ്രായം വരുന്ന ഒരു കുഞ്ഞു മൂർക്കൻ അതിയാണ്. പക്ഷേ ഇത് ചെറുതാണെന്ന് പറഞ്ഞ് നമ്മൾ നിസ്സാരമായിട്ട് കാണാതിരിക്കരുത്, നിസ്സാരമായിട്ട് കാണരുത്, അത് അപകടമാണ്. ഇപ്പോൾ നമുക്ക് കണ്ടില്ലേ, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ അറിയില്ല, ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഇരുന്നാൽ പോലും നമ്മൾ അറിയത്തില്ല. കണ്ടോ, അപ്പോൾ എന്തായാലും നമ്മൾ കണ്ടു, അദ്ദേഹം കണ്ട് ഒരാളിനെ കണ്ട് നമ്മൾ 2 പേരെ കിട്ടി. ഒന്ന് കൊമ്പേറിയാണ്, വില്ലൂന്ന്. മറ്റേത് മൂർക്കൻ്റെ കുഞ്ഞ്. പുള്ളിക്കാരൻ മൂർക്കൻ്റെ കുഞ്ഞാണെന്ന് പുള്ളിക്കാരൻ മനസ്സിലായി. കാരണം പുള്ളി അത് പേടിച്ച് നിന്നപ്പോഴേ മനസ്സിലായി എന്തോ ഇതുണ്ട്. പക്ഷേ പുള്ളി നമ്മോട് പറഞ്ഞില്ല, എന്തോ ഒരു ചെറിയ സാധനം. അത് മൂർക്കൻ, കുഞ്ഞു മൂർക്കൻ, ഏകദേശം 2 മാസത്തോളം പ്രായം വരുന്ന മൂർക്കൻ. പുള്ളിക്കാരൻ പറയുന്നുണ്ട് ഒന്നുകൂടെ നോക്കണം. പുള്ളിക്കാരൻ അമ്മയെ മാത്രമേ ഉള്ളൂ ഈ വീട്ടിൽ, വേറെ ആരും ഇല്ല. അപ്പോൾ അവർക്ക് അമ്മ പുറത്ത് ജോലിക്ക് പോയിരിക്കുന്നു. വന്നിട്ട് നോക്കിയിട്ട് പോകാം, എല്ലാം കൂടെ നോക്കിയിട്ട് പോകാന്നുള്ളതുകൊണ്ട് വീട് അടുത്ത് പറമ്പ് മൊത്തം കാട് കയറി കിടക്കില്ല. വീട് അടുത്ത് വന്നു കഴിഞ്ഞാൽ അറിയില്ല, മരത്തിൻ്റെ മണ്ടയിൽ മരങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. അടുത്ത പറമ്പുകളെല്ലാം കാടാണ്, വേക്കൻ്റ് പറമ്പുകളാണ്. അപ്പോൾ പാവപ്പെട്ടവർ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ഇദ്ദേഹത്തിൻ്റെ അടുത്തില്ല, അദ്ദേഹത്തിൻ്റെ അടുത്തെല്ലാം നമ്മൾ അടിയിലുള്ള സീലിങ്ങാണ്, പെട്ടിയിലില്ല. ഇനി നമുക്ക് അലമാരയുടെ അടിയിലൊന്ന് നോക്കണം. അതുപോലെ നമ്മൾ ഇട്ട സാധനങ്ങൾ ഒന്ന് നോക്കേണ്ടതുണ്ട്. വീട് നോക്കാൻ ഞാൻ ഒരിക്കലും പോകാറില്ല, കാരണം അങ്ങനെയാണ്. പിന്നെ പോയിട്ട് നമ്മൾ ഉണ്ടല്ലോ അതിനകത്തില്ല. ഇനി നമുക്ക് ഇതിൻ്റെ കാല് ഗ്യാപ്പുണ്ടോ ഇതിനകത്ത് എന്തായാലും വേറെ ഒന്നും കാണുന്നില്ല. അപ്പോൾ ഇത് വിളിക്കുന്നത് നമുക്ക് ആ ഷീറ്റ് മടക്കിയ ഷീറ്റുകളൊന്നും കുടഞ്ഞു നോക്കണം. കാരണം ആ ഷീറ്റിന് ആ ടാർപ്പാളത് നമുക്ക് അറിയാൻ പറ്റില്ല. നമ്മൾ വെറുതെ ഒന്ന് കുടഞ്ഞു നോക്കിയുള്ളൂ. അപ്പോൾ നമുക്ക് അതുപോലെ ഒന്ന് കുടഞ്ഞ് നോക്കണം. അപ്പോൾ നമുക്ക് ഇപ്പോൾ 2 അതിലെ കിട്ടി. അപ്പോൾ ഒന്ന് കുടഞ്ഞ് നോക്കി കഴിയുമ്പോൾ അവർക്കൊരു സമാധാനമായല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ ദൗത്യം അപ്പോഴേ തീരുള്ളൂ. അപ്പോൾ നമുക്ക് അതുപോലെ കുടഞ്ഞ് നോക്കാം.
നമുക്ക് ഒരുപാട് അനുഭവങ്ങളുള്ളതുകൊണ്ട് നമ്മൾ ഓരോ സ്ഥലം ഇങ്ങനെ നോക്കുന്നത്. കാരണം നമുക്കറിയാം നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ അതിലെ പിടിക്കാൻ പോകുമ്പോൾ കിട്ടുന്ന അനുഭവങ്ങൾ. അപ്പോൾ കാരണം നോക്കുന്ന വെച്ചാൽ ഇതിനകത്ത് എന്തോ ഒരു പല്ലിയാണെന്നല്ല, എന്തോ ഒരു സാധനം വാല് കണ്ടിട്ട് തിരിച്ചു പോയി. പല്ലിയാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഒരു അനക്കം കണ്ടായിരുന്നു. അടിപൊളി. ഇതാ ഇരുട്ടാണിതാ, എന്തോ ഒരു സാധനം കണ്ടോ, കറുപ്പ്. ഇതാ എന്തോ ഒരു ചെറിയ സാധനം അതിനകത്ത്. ഇതാ നോക്ക്. അപ്പോൾ സമയം കളയുന്നില്ല, ഞാൻ ഇവിടെ നിന്ന് കാണാം. ഞാനിങ്ങനെ എടുക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൊമ്പേര്, നല്ല സൈസുള്ള കൊമ്പേര്, നല്ല സൈസ് കൊമ്പേര്. അത് പിന്നെ പേടിക്കണ്ട, കൊമ്പേര് ആയതുകൊണ്ട് തന്നെ. അമ്മോ നോക്കി സൈസ് നോക്കി, ഒരുമാതിരിപ്പെട്ട നല്ല സൈസ് കണ്ട. അതുകൊണ്ട് മരത്തിൻ്റെ മണ്ടയിൽ ഇവിടെ മരം ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ടല്ലോ. മരത്തിൻ്റെ മണ്ടയിൽ ഇത് ധാരാളം ഉള്ളതാണ്. ചുമ്മാ കടിക്കുന്ന സാധനം, ചുമ്മാ കടി. അതിൻ്റെ എന്ന് പറഞ്ഞ് വിനയില്ലാണ്ട് പല്ലി എവിടെയുണ്ട് അവിടെ ഇദ്ദേഹം വരും. എല്ലാ വീട്ടിലുണ്ട്, കാണാത്തത് കൊണ്ടാണ്. ഇതിപ്പോൾ പുള്ളിക്കാരൊന്ന് വീട്ടിലുണ്ടായിരുന്നതുകൊണ്ട് പുള്ളിക്കാരത് കണ്ടില്ലെങ്കിൽ കാണാനും പോകും. അത് വന്ന് അവൻ്റെ ഫുഡ് തേടി അവങ്ങ് പോകും. അപ്പോൾ നമുക്ക് എന്തായാലും പേടിക്കേണ്ടല്ലോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിനെ ഈ വലിയ മുഴുത്ത കൊമ്പര്, നല്ല സൈസുള്ള കൊമ്പര്. അപ്പോൾ പിന്നെ നമുക്ക് കുപ്പിയിലാക്കിയിട്ട് നമുക്ക് അടുത്ത 2-3 ഷീറ്റും കൂടെ നോക്കേണ്ടതുണ്ട്. അവിടെ നോക്കിയതിന് ശേഷം നമുക്ക് 3 പേര് ഒരുമിച്ച് പരിചയപ്പെടുത്താം. ചുമ്മാ കടിക്കണ്ട, ചുമ്മാ കടിക്കാം. അപ്പോൾ നമുക്കിനി ഇതിനെ ഇനി ഒരു ഷീറ്റ് ഇതിനകത്ത് ഇടാൻ പറ്റില്ല, ഭയങ്കര ചൂട്. അപ്പോൾ നമുക്ക് ആ ഒരു 3 മടക്കും കൂടെ നൂത്ത് നോക്കാനുണ്ട്. ആ ചെറുത് ഇതാ തന്നോ. പുള്ളിക്ക് ഈ ചെറിയ കാമനെ കണ്ടപ്പോൾ പേടി. ഞങ്ങളാ MG അല്ല, ഇവിടെ നമ്മുടെ ഹോസ്പിറ്റൽ അല്ല, എന്താ മുറിഞ്ഞ പാലത്തൊരു ഈവൻറ്റ് മാനേജ്മെൻ്റ് ഉണ്ട്. അവിടെ നമ്മൾ എത്ര മൂർഖനെ എടുത്തേക്കണേ, 10-12 മൂർഖൻ നമ്മൾ എടുക്കണം. എത്ര ഗമണ്ട സാധനങ്ങളാണ്. വലിയ മുട്ട മൂർഖൻ പറ്റാൻ നമുക്ക് കിട്ടണം. ഇത് വെറും ഞാഞ്ഞൂലി വാ. നമുക്ക് കോളുകളുടെ വെയിറ്റിങ്ങിലുണ്ട്. പക്ഷേ നമുക്ക് പുള്ളിയുടെ കാര്യം നമുക്ക് ക്ലിയർ ചെയ്താൽ പോകാൻ പറ്റില്ല. കാരണം നമുക്ക് ഒരുപാട് അനുഭവമുണ്ട്. പോയിട്ട് നമ്മൾ തിരിച്ചു അങ്ങനത്തെ എത്തുമ്പോൾ വീണ്ടും വിളിക്കും, വീണ്ടും കണ്ടെന്ന് പറഞ്ഞ് വിളിക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സുഹൃത്ത് പറയുന്നത് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഇതും അതിനകത്തിരുന്നതാണ്. അവിടെ ഒന്ന് നോക്കാൻ പറഞ്ഞത്. അപ്പോൾ ഇത് കെട്ടി വെച്ചിരുന്നു. എന്നാലും നമ്മൾ നോക്കേണ്ടത് നമ്മുടെ കടമയല്ലേ. പൂവിലൊന്നും വെള്ളം ഒഴിക്കുന്നുണ്ടോ? പൂ വാടാതിരിക്കണം. പൂ കണ്ടോ, റോസാപ്പൂ വാടാതിരിക്കുന്നത്. എന്നും വെള്ളം ഒഴിക്കുന്നു പുള്ളി, രാവിലെയും പോയിട്ടും കണ്ടോ. അടിപൊളി. ഇത് നമുക്ക് വെളിയിൽ കൂടെ ആയിരുന്നു കാണാൻ കഴിഞ്ഞു പോയാൽ. ഇപ്പോൾ തന്നെ കെട്ടി വെക്കണേ. ഇപ്പോൾ തന്നെ കെട്ടി ഒതുക്കി വെച്ചോളാം. ഓക്കെ, കെട്ടി സൂക്ഷിച്ചാൽ വയ്ക്കാം. അതിനകത്തൊന്നുമില്ല. ഇത് സീൽഡായിരുന്നു. അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല. ഒരുപാട് ക്ഷീണം, അതിനകത്തുനിന്ന് ഭയങ്കര ചൂട്. അതുമാത്രമല്ല, ഇന്നലെ മിനിയാന്നൊക്കെ അടുത്ത കോളുകളുടെ തരംഗം ഏകദേശം 17ഓളം കോളുകൾ ഇന്നലെ വിളിച്ചു. അതിൽ 18 കിട്ടിയുള്ളൂ. ബാക്കി അത്രയും പോയി. ഞാൻ എല്ലാം പറമ്പിലൊക്കെ ആയിരുന്നു, കിട്ടിയില്ല. മിനിങ്ങ വന്നപ്പോൾ 4:30-5 മണിയായി വന്നപ്പോൾ. ഇന്നും അതുപോലെ. ഡെൻഡ്രലാഫിസ് ജനുസിൽപ്പെട്ട മരം കയറികളായ വെനമില്ലാത്ത പാമ്പുകളെയാണ് വില്ലൂന്നി എന്ന് വിളിക്കുന്നത്. ഈ കുടുംബത്തിലെ പാമ്പുകളുടെ പുറംഭാഗം തവിട്ട് കലർന്ന പിച്ചള നിറത്തിലാണ്. അതിനാൽ ഇവയെ പൊതുവെ ബ്രോൺസ് ബാക്ക് എന്ന് വിളിക്കാറുണ്ട്. ഈ പാമ്പിന് കൊമ്പേറി പാമ്പ്, കൊമ്പേറി മൂർഖൻ എന്നീ പേരുകളുമുണ്ട്. മെലിഞ്ഞു നീണ്ട ഈ പാമ്പ് ഏകദേശം 1.5 മീറ്ററോളം നീളത്തിൽ കണ്ടുവരുന്നു. പരന്ന തലയും വലിയ കണ്ണുകളുമാണ് ഇവയെ തിരിച്ചറിയുവാൻ സഹായിക്കുന്ന അടയാളങ്ങൾ. വാലിൽ കറുത്ത വരകളും കണ്ണുകൾക്ക് ചുറ്റും വെളുത്ത വരകളുമുണ്ട്. ശരീരത്തിന്റെ അടിഭാഗം വെള്ള നിറത്തിൽ കറുത്ത കുത്തുകളോടുകൂടി കാണപ്പെടുന്നു. അധിക സമയവും മരങ്ങളിൽ വസിക്കുന്ന ഇക്കൂട്ടർക്ക്
ഒരു മരത്തിൽ നിന്നും മറ്റൊരു മരത്തിലേക്ക് പെട്ടെന്ന് ചാടിപ്പോകാനുള്ള കഴിവുണ്ട്. വിരളമായി മാത്രം തറയിൽ കൂടി സഞ്ചരിക്കുന്ന വില്ലൂന്നികൾ പകൽ സമയത്താണ് ഇര തേടി ഇറങ്ങുന്നത്. മരത്തിൽ വസിക്കുന്ന പല്ലി, ഓന്ത്, ചെറുപക്ഷികൾ എന്നിവയാണ് പ്രധാന ആഹാരം. മരച്ചില്ലയിൽ പതുങ്ങിയിരുന്നാണ് ഇവ സാധാരണയായി ഇരയെ പിടിക്കുന്നത്. ഇര പിടിക്കുന്നതിനിടയിൽ വലിയ മരങ്ങളിൽ നിന്നും താഴേക്ക് തെറിച്ചു വീഴാറുണ്ട്. താഴേക്ക് വീഴുമ്പോൾ ഇവയുടെ ശരീരം വില്ലുപോലെ വളയ്ക്കും. അതുകൊണ്ടാണ് ഇവയ്ക്ക് വില്ലൂന്നി എന്ന പേര് കിട്ടിയത്. വില്ലൂന്നി പാമ്പുകളുടെ കടി മനുഷ്യ ശരീരത്തിൽ ഒരു തരത്തിലുള്ള പ്രതികരണവും ഉണ്ടാക്കില്ല. മഴക്കാലം തുടങ്ങുന്നതിന് മുൻപാണ് ഇവ മുട്ടയിടുന്നത്. മരപ്പൊത്തിലാണ് മുട്ടയിടുന്നത്. ഒരു തവണ 8 മുട്ടകളിടും. 2 മാസം വേണം മുട്ട വിരിയാൻ. 3 അതിഥികൾ, ഒരു കുഞ്ഞു മൂർഖൻ അതിഥി, 2 കൊമ്പേറി വില്ലൂന്നി എന്നറിയപ്പെടുന്ന വെനമില്ലാത്ത കൺകുത്തിയാണ്. വെനമില്ല, കൺകുത്തിയാണ്. ഇത് കടിച്ചു മുറിയാൻ അപകടമൊന്നുമില്ല. പക്ഷേ ഇത് അപകടകാരിയാണ്. ഇത്രയാണെങ്കിൽ പോലും അപകടകാരിയാണ്, വെനമസാണ്. ഇത് കടിച്ചാൽ പോലും നമുക്ക് മരണം സംഭവിക്കാം. ഏകദേശം 2-2.5 മാസത്തേക്കുള്ള പ്രായമുണ്ട് ഇതിന്. ഈ വലിയ ആളിന് ഏകദേശം എനിക്കൊന്ന് 5 വയസ്സോളം പ്രായമുണ്ട്. ചെറിയ ആളിന് ഒരു 3 വയസ്സിന് മേളിൽ പ്രായമുണ്ട്. നല്ല കടിക്കും. ഇപ്പോൾ വില്ലൂന്നി എന്നറിയപ്പെടുന്ന, കൊമ്പേറി എന്നറിയപ്പെടുന്ന ട്രീ സ്നേക്കാണ്. വെനമില്ല. ഒരുപാട് പേരെല്ലാം അറിയപ്പെടുന്നത്. അപ്പോൾ ഇത് നോക്കി വയ്ക്കുക, ഇത് വെനമില്ല. ഇതിനെ കണ്ടൊന്നും പിടിക്കേണ്ട കാര്യമില്ല. ഇത് പറമ്പിലൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പോട്ടേന്ന് വിചാരിക്കണം. മരക്കൊമ്പിലൊക്കെ ധാരാളം കണ്ടുവരുന്നതായിട്ട് ഇപ്പോൾ ഇന്നലെ മിനിയാന്നൊക്കെ ഒത്തിരി വിളിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് 2 വില്ലൂന്നി അതിലൊരു കുഞ്ഞു മുറുക്കധികം കിട്ടി. അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല. നമുക്ക് എന്തായാലും അദ്ദേഹത്തെ ബോട്ടിലാക്കാം. പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വീട്ടിൽ, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹം ടി വി കണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കാല് സ്റ്റൂളിൽ വെച്ചാണ് ഇരുന്ന് ടി വി കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ അടിയിൽ കൂടെ ആൾ എരിഞ്ഞ് പോകണായിട്ടാണ് പുള്ളിക്കാരൻ പെട്ടെന്ന് എന്നെ വിളിക്കുകയും ഞാൻ പെട്ടെന്ന് വരികയും നമ്മളൊരു 1 മണിക്കൂറത്തെ ദൗത്യം എടുത്ത് സാധനങ്ങളൊക്കെ മാറ്റി കൊടുന്ന് നോക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ചെറിയ വില്ലൂന്നിയെ കിട്ടി. 2ാമത് ഗണപതി വിഗ്രഹത്തിൻ്റെ അടിയിൽ നിന്ന് മൂർഖൻ്റെ കുഞ്ഞിനെ കിട്ടി. 3ാമത് നമ്മൾ വീണ്ടും ഷീറ്റൊക്കെ ഒന്ന് മാറ്റി അതിനകത്തൊരു കൊമ്പേരി